ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. ഇന്നും നമ്മൾ കൊച്ചിയിലാണുള്ളത്. കൊച്ചിയിൽ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദേ പുട്ട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം ദേ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയും നാളായിട്ട് നമ്മളിവിടെ മുമ്പ് എറണാകുളത്ത് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ, ആ സമയത്ത് ഏകദേശം 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും മിക്കവാറും ദേ പുട്ട് ഓപ്പൺ ചെയ്തിട്ട്. ഇതുവരെയും നമ്മളിവിടെ എന്നും ഇവിടെ ഉള്ളതാണ്, എപ്പോഴും ഇവിടെ ഉള്ളതാണ്. ഇതുവരെ നമ്മൾ ദേ പുട്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ ദേ പുട്ടിൽ ഇതുവരെ കയറാതെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ഒരല്പം ലേറ്റായിപ്പോയി. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം ഈ കുഴിമന്തി, ബിരിയാണി ഇങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യം പോരാ. ഏത് സമയത്തും നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും കുഴിമന്തി അത് ഇഷ്ടമുള്ളവർ ഒരുപാടുണ്ട്, അതിനെ കുറ്റം പറയുന്നില്ല. എനിക്ക് അതിനോട് താല്പര്യം കുറവാണ്. അപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്, 1-2 നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് നമ്മുടെ മലയാളികൾ ഇപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ നമ്മളിപ്പോൾ ഒരു ടൗണിലോ അതല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ കുഴിമന്തി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈവൻ നമുക്ക് ചോറ് പോലും കിട്ടുന്നില്ല. മിക്ക റെസ്റ്റോറൻറ്റുകാരും ചോറ് മാറ്റി ബിരിയാണിയാക്കി ഒരു കുറച്ച് നേരത്തേക്കൊക്കെ മിക്ക സ്ഥലത്തും ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു വല്ലാത്തൊരു ദ്രോഹമാണ് നമ്മുടെ ഈ ജനങ്ങളോട് എല്ലാ റെസ്റ്റോറൻറ്റുകാരും ചെയ്യുന്നത്. അല്പം റേറ്റ് കൂട്ടിയിട്ടാണെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കാൻ എല്ലാ റെസ്റ്റോറൻറ്റുകാരും തയ്യാറാവണം. ഇതുപോലെ ഈ ബിരിയാണി കുഴിമന്തി മാത്രമാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് കഴിക്കാൻ ഏത് നേരം എല്ലാ മീലിനും അത് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണിൻ്റെ ടൈം കഴിഞ്ഞു. ഏകദേശം 3:30 നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് കുറച്ച് പരിപാടികൾ കഴിഞ്ഞപ്പോൾ. അപ്പോൾ കഴിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ബിരിയാണി ഓപ്ഷനുകളൊക്കെയാണ് അധികം കാണുന്നുള്ളൂ. പിന്നെ ഊണിൻ്റെ ഒന്നും നമ്മൾ അധികം കണ്ടില്ല. അപ്പോൾ ഈ പോകുന്ന വഴി നമ്മുടെ ബൈപ്പാസിൽ വെച്ചിട്ട് ദേ പുട്ട് കണ്ടു. എന്നാൽ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വളരെയധികം അതിശയം തോന്നി. കാരണം ദേ പുട്ടിൻ്റെയൊക്കെ ഒരു ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരുപാട് ഇത്തിരി നല്ലൊരു റെസ്റ്റോറൻ്റ് ആണല്ലോ. അപ്പോൾ നല്ല റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ റെസ്റ്റോറൻറ്റുകളെക്കാളും ഒരു പടി മുന്നിലാണല്ലോ ഒരു ക്ലാസ് കാണുന്ന എല്ലാവരും. അപ്പം അതുകൊണ്ട് ഓടിച്ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചിട്ട് പോരാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് അതും ഒരു കാരണമാണ് നമ്മൾ പല പ്രാവശ്യം കഴിക്കാതിരിക്കാൻ. അങ്ങനെ ഇന്ന് എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വെച്ച് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ ഏറ്റവും ഒരു ഇഷ്ടമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ആ മെനു ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നതൊക്കെ റേറ്റ് കുറഞ്ഞ മെനു ഐറ്റംസാണ്. സാധാരണ ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാലും ആദ്യം തന്നെ വളരെ വില കൂടിയതും അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. പിന്നെ ഭക്ഷണം അതിപ്പോൾ കഴിക്കാനുള്ള ഒരു മൂഡും അതുപോലെ തന്നെ എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനും ഇതെല്ലാം വരും. നമുക്ക് സാധാരണ ഒരു ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം മാന്യമായ റേറ്റിന് മാന്യമായ ഒരു ഭക്ഷണം കിട്ടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ചെന്ന് ഓർഡർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെയുള്ള ലിസ്റ്റിൽ ഏകദേശം ഒരു 150 റേഞ്ചിലുള്ള ഐറ്റംസൊക്കെയാണ് കണ്ടത്. അത് അത്യാവശ്യം നമുക്കൊരു മീലിന് പറ്റിയ സംഭവങ്ങളാണെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാനത് പോയത്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ഇഷ്ടമായി. ഞാൻ അവിടെ ഇറച്ചിപ്പുട്ടാണ് കഴിച്ചത്. ഇറച്ചിപ്പുട്ടിൻ്റെ കൂടെ അവർ എന്താ പറയുന്നത് ഒരു സുലൈമാനിയും തരും. സുലൈമാനി ഇങ്ങനെ ആദ്യം ഒഴിച്ചു തരും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് എനിക്ക് ഒരു പരിചയക്കുറവുണ്ടായിരുന്നു അവിടെ. അപ്പോൾ സുലൈമാനി ആദ്യം തന്നെ ചെന്നിരിക്കുമ്പോൾ തന്നെ തരും. അതിൻ്റെ കൂടെ ചൂടുവെള്ളം തരും. പിന്നെ മിനറൽ വാട്ടർ എല്ലാ ഹോട്ടലിലും ഉള്ള പോലെ ഇങ്ങനെ വച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്കിത് എടുത്ത് കുടിക്കാം. അപ്പോൾ ഈ സുലൈമാനിയും ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെയുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഇറച്ചിപ്പുട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ സുലൈമാനിയും പിന്നെ കൂടാതെ അഡീഷണലായിട്ട് പപ്പടവും തന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം എന്താ പറയുന്നത് ഭയങ്കര ഡിലീഷ്യസ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, അത്ര നല്ലൊരു അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് അത്യാവശ്യം വയറ് നിറഞ്ഞു, നല്ലൊരു കംഫർട്ടബിൾ ഫീലായിരുന്നു. റേറ്റ് ടാക്സും കൂടി എല്ലാം കഴിഞ്ഞപ്പോൾ 158 രൂപയാണ് ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു തട്ടുകടയിൽ കയറി ഒരു പുട്ടും അതുപോലെ തന്നെ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൽ കൂടുതലാവാൻ ഒരു പരിധി വരെ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടാതെ തന്നെ അവർ സുലൈമാനി വീണ്ടും സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടാതെ പപ്പടവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇത്രയും ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുന്നത് നമുക്ക്
പൈസ വളരെയധികം സേവ് ചെയ്യാൻ പറ്റും. തന്നെയല്ല പപ്പടമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ്. അതുകൂടാതെ സുലൈമാനി ആണെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു സുലൈമാനിയാണ് നമുക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ ഈ ഒരു വിശേഷം നിങ്ങളായിട്ട് പറയണമെന്ന് തോന്നി. വളരെയധികം ഹാപ്പിയായി. അപ്പോൾ ദേപ്പുട്ടിന് എല്ലാവിധ ആശംസകളും. എല്ലാവരും ഒന്ന് നമ്മൾ അവിടുത്തെ ഈ ഒരു ചെറിയൊരു മെനു, ഈ ഇറച്ചിപ്പുട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഇറച്ചിപ്പുട്ട് അല്ലാതെ വേറെ കുറേ ഐറ്റംസ് അവിടെ കിട്ടാനുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.